നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചീസ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഈ ഒരു ചീസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചീസ് കേക്കിന് ബേസായിട്ട് ബിസ്ക്കറ്റും ബട്ടറൂടൊക്കെയുള്ള ഒരു ബേസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നുണ്ട് ചോപ്പറിലേക്ക് ഇട്ടിട്ട്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. പൊടിഞ്ഞു വന്നപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 60 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ ആ ഒരു സ്റ്റിക്കിൽ നിന്ന് ഒരു 60 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ മാവ് എടുക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് വേണ്ടത്. ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതേപോലുള്ളൊരു സ്പ്രിംഗ് ഫോം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 300 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റാക്കി എടുക്കാം. ക്രീം ചീസൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം. ഇതിലേക്ക് ഇനി വിപ്പിംഗ് ക്രീമും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മാത്രമാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ആ ഒരു ക്രീം ചീസിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ടയാണ് വേണ്ടത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിരിക്കും ഒരു ക്രീം ചീസിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് ഈ ക്രീം ചീസിലേക്ക് ഒരു 2-3 തവണയായിട്ട് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ഒക്കെ എല്ലായിടത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ കട്ടകളുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലോറും തൈരും ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. സ്പാച്ചില വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ലൂസായിട്ടും അല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല ഈ ഒരു ബാറ്റർ ഉള്ളത്. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് ഞാൻ ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തപ്പം സൈഡിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ഓവനിലേക്ക് വെച്ചിട്ട് 1 അവർ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ട്രേയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാനായിട്ട്. താഴത്തെ ട്രേയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ട്രേയിൽ ഒരു 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ട്രേയിൽ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ താഴത്തെ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഓവൻ. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് 1 അവർ ഓവനിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇത് ബേക്കായിട്ടുണ്ട്. 1 അവറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓവൻ തുറന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഓവനിൽ തന്നെ 1 അവർ വെച്ചിട്ടാണ് പുറത്തെടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടൂ. ഇപ്പോൾ 1 അവറൊക്കെ കഴിഞ്ഞിട്ട് ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. പുറത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. ഒരു 6 മുതൽ 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ചീസ് കേക്ക് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്.
എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ കിട്ടൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഡിമോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ചീസ് കേക്ക്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു അളവിൽ തന്നെ ചെയ്ത് നോക്കുക, നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു ചീസ് കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്